വിശേഷങ്ങള് എല്ലാവരും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ബിരിയാണി ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതിനു മുൻപ് ഞാൻ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇട്ടിട്ടുണ്ട്, പക്ഷെ കുക്കർ ബിരിയാണി ആയിരുന്നു. ദം ബിരിയാണി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നത്. അപ്പോൾ ഈ ബിരിയാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്, അതേസമയം പവർഫുൾ ആണ് കേട്ടോ. നിങ്ങൾ തയ്യാറാക്കി നോക്കണം, അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പൊ ഈ അവസരത്തിൽ ഞാൻ എല്ലാവർക്കും വാലന്റൈൻസ് ഡേ വിഷസും കൂടെ അറിയിക്കുകയാണ്. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ദം വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, വെജിറ്റബിൾ ദം ബിരിയാണി നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. ലോ ഫ്ലെയിമിലോട്ട് തീ മാറ്റിയതിന് ശേഷം അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 വലിയ വെളുത്തുള്ളി, 3 കൂടി നന്നായിട്ട് അങ്ങ് ചതച്ചതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയത്തിലോട്ട് തീ മാറ്റാം. 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 3 സവാള നൈസാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമുക്ക് സവാള ചേർക്കാം. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാൻ പോവുകയാണ്. നന്നായിട്ടങ്ങ് നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ അങ്ങ് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയുടെ ഒക്കെ കളർ മാറിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് നെയ്യ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അല്പം കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. തീ കുറയ്ക്കണം. ലോ ഫ്ലെയിമിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. നിങ്ങൾക്ക് എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താലും മതിയാവും കേട്ടോ. ഇതിന്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് 2-3 മിനിറ്റ് ചെറിയ തീയിലങ്ങ് വഴറ്റാം. ഇതിലോട്ട് നമുക്ക് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല പൗഡർ ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ. നമ്മൾ ഗരം മസാലയും കൂടെ ചേർത്ത് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അല്പം മാത്രം ചൂടുവെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഈ തക്കാളി നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. ചെറിയ തീയിലേക്ക് മാറ്റാം. അതിനുശേഷം തക്കാളി വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ചേർത്ത് തക്കാളി നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലോട്ട് ഇത് ഓപ്ഷനിലാണ് കുറച്ച് പൈനാപ്പിൾ, 2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ചില പൈനാപ്പിൾ അലർജി ഉള്ളവരൊന്നും ഉപയോഗിക്കണ്ട കേട്ടോ. പക്ഷെ ഞാനിതൊരു നല്ല ഫ്ലേവറിന് വേണ്ടി ഞാൻ എപ്പോഴും ചേർക്കാറുള്ളതാണ് ബിരിയാണിയിൽ പൈനാപ്പിൾ. 2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പുതിനയുടെ ഇലയും മല്ലിയുടെ ഇലയാണ്. കുറച്ച് പുതിനയുടെ ഇല ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ തൈരാണ്. 1 ടേബിൾ സ്പൂൺ തൈര് എടുക്കുക. ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് പുളിയുള്ള തൈര് പാടില്ല, അത് എപ്പോഴും ശ്രദ്ധിക്കണേ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാൻ 2 സവാള വളരെ നൈസാക്കി അരിഞ്ഞിട്ട് എനിക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു 15 അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ കുറച്ച് കിസ്മിസ്, അതിൽ നിന്നൊക്കെ ഒരു പിടി നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അതും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് ആണ്. സോയ ചങ്ക്സ് 1/2 മണിക്കൂറെങ്കിലും ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. അതിനുശേഷം അത് വെള്ളം കളഞ്ഞ് നന്നായി കൈകൊണ്ട് പിഴിഞ്ഞ് ഒരു 3-4 പ്രാവശ്യം വെള്ളം മാറ്റി പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരെണ്ണത്തിന് വലിയ സോയ ആയതുകൊണ്ട് ഞാൻ 3 ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരു കൈപ്പിടി മാത്രം മതി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് 1/2 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതങ്ങ് വേവിക്കാം. ഈ സോയ കുക്കായതിനു ശേഷം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കേണ്ടത്. സോയയിലോട്ടൊക്കെ നന്നായി മസാല പിടിക്കണം, നല്ല രുചി ഉണ്ടാവുള്ളൂ. നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. സോയ ഇട്ടതിന് ശേഷം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആ ഗ്രേവിക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മാത്രം മതി കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചക്കറികൾ, നിങ്ങൾ ഏത് പച്ചക്കറിയാണ് ഉപയോഗിക്കുന്നത് ആ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ്, ബീൻസ്, ഒരു ക്യാരറ്റ്, ഒരു 4-5 ബീൻസാണ് എടുത്തേക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ കോളിഫ്ലവർ ആണ് ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഗ്രീൻ പീസ് വേണമെങ്കിൽ ഗ്രീൻ പീസ് ഇടാം. അതുപോലെ തന്നെ പൊട്ടറ്റോ വേണമെങ്കിൽ പൊട്ടറ്റോ ഇടാവുന്നതേ ഉള്ളൂ. കോളിഫ്ലവർ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മഞ്ഞളും ഉപ്പും കൂടെ കലർന്ന വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് 1/2 ഗ്ലാസും കൂടെ വെള്ളത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് അരി സോക്ക് ചെയ്തിടണേ. അപ്പൊ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ജീരകശാലി അരിയാണ് 3 ഗ്ലാസ്. അതേസമയം നിങ്ങൾക്ക് ബസ്മതി അരി വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ 20 മിനിറ്റ് മുമ്പ് എന്തായാലും വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് സ്ട്രെയിനറിൽ റെഡിയാക്കി വെക്കുക കേട്ടോ. 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് പച്ചക്കറി കുക്കാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ കുക്കായിട്ടുണ്ട്. ഒരുപാട് കുക്കായിട്ടില്ല, ഒരു 3/4 ഭാഗം കുക്കായിട്ടുള്ളൂ. ആ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം, അടച്ചു വെക്കാം. ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിന്റെ രുചിയെല്ലാം ക്രമപ്പെടുത്താൻ മറക്കരുതേ. അപ്പൊ നമുക്ക് അടച്ചു വെക്കാം. അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള റൈസ് റെഡിയാക്കാൻ തുടങ്ങാം. റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കാം. അതിലോട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. അതിലോട്ട് നമുക്ക് ഒരു പട്ട, ഒരു 5 ഗ്രാമ്പൂ,
2 ഏലക്കായ, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സാജീരകമാണ്. സാജീരകം നിങ്ങളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ പെരുംജീരകം ഒരു അല്പം ചേർക്കാം. ഒരു അല്പം മാത്രം മതി, 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു സവാള, 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് വാട്ടിയെടുക്കാം. ഞാനിവിടെ അതിന് ശേഷം ക്യാരറ്റും പൈനാപ്പിളും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ കട്ടായിപ്പോയി, ഓഫായിപ്പോയി, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പം ഞാനിവിടെ ഒരു ക്യാരറ്റിന്റെ പകുതിയും നീളത്തിൽ അരിഞ്ഞത്, അതേപോലെ തന്നെ കുറച്ച് പൈനാപ്പിളും കൂടി ഇട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പൈനാപ്പിളും ക്യാരറ്റിനും ഓപ്ഷനിലാണ്, നിർബന്ധങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇതും കൂടി ചേർത്തൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 3 ഗ്ലാസ് അരിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, അതുകൊണ്ട് 6 ഗ്ലാസ് വെള്ളം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ജീരകശാല അരിയാണ്. 3 ഗ്ലാസ് ജീരകശാല അരിക്ക് 6 ഗ്ലാസ് വെള്ളം. അതേസമയം നമ്മൾ ബസ്മതി റൈസ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് ബസ്മതി റൈസിന് 5.5 ഗ്ലാസ് വെള്ളം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 6 ഗ്ലാസ് ചൂടുവെള്ളം. ഹൈ ഫ്ലെയിമിൽ തീ ഓൺ ചെയ്ത് കൊടുക്കാം. നന്നായി ഇതങ്ങ് തിളക്കട്ടെ കേട്ടോ. രുചി നോക്കട്ടെ, ഉപ്പ് നോക്കട്ടെ, പോരാ. ഓക്കെ, ഞാനിപ്പോൾ ഇതിലോട്ട് 2.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റാണ്. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ മാറ്റം വരുത്താൻ മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്യാമറ ഓഫായി പോയതാണ്. അപ്പോൾ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന പൈനാപ്പിളും ക്യാരറ്റും ഓപ്ഷനിലാണ് കേട്ടോ. അത് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഈ വെള്ളം നന്നായിട്ടങ്ങ് തിളക്കട്ടെ. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. നന്നായി തിളക്കുന്ന സമയത്ത് നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന 3 ഗ്ലാസ് ജീരകശാല അരി, അതായത് കൈമ റൈസ് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ 3 ഗ്ലാസ് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കണേ. അതിനുശേഷം നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് തീ അങ്ങ് കുറയ്ക്കാം, ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ട് അടച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചോറ് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഓരോ അരി അനുസരിച്ചും അതിന്റെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. ഇപ്പോൾ 20 മിനിറ്റ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഒരു പരിവായിരിക്കുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ, ചെറിയ ഫ്ലെയിമിൽ. എന്നിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റി വെക്കാം. 20 മിനിറ്റ് നമ്മൾ അനക്കണ്ട, തുറക്കാണ്ട് മാറ്റി വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കുക. അതിനുശേഷം നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം ചോറിന്റെ വേവൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓരോ അരി അനുസരിച്ചും നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദം ചെയ്യാം. നിങ്ങൾക്ക് ദം ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഈ റൈസും നമ്മുടെ വെജിറ്റബിൾ കറിയും തനിയെ സെർവ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ദം ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. നമുക്ക് ഏത് പാത്രത്തിലാണ് ദം ചെയ്യേണ്ടത് ആ പാത്രം എടുക്കുക. അതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ ദം ചെയ്യുന്ന മെത്തേഡ് തന്നെ, ഒരു മാറ്റമൊന്നുമില്ല. അതിലോട്ട് നമുക്ക് ആദ്യം റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ ചിലർ പറയാറുണ്ട് റൈസ് ദം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആവുന്ന പോലെ ഉണ്ട്. അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം, അല്ലെങ്കിൽ സാധാരണ മറ്റേ റൈസ് വേവിക്കുന്ന വെള്ളം, ഇപ്പൊ നമ്മൾ ഇതിൽ റൈസ് വേവിക്കുമ്പോൾ വെള്ളം വറ്റിച്ചിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ചൂടുവെള്ളം കുറച്ചെടുത്തിട്ടൊന്ന് തെളിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. ഞാൻ ഇത് കുറച്ചെടുത്ത് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചോറ് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് കിസ്മിസും ഓണിയനും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല തൂക്കി കൊടുക്കാം. അല്ലെങ്കിൽ ബിരിയാണി മസാലയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പൈനാപ്പിൾ എസൻസും മഞ്ഞ കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. വെള്ളം കുറച്ച്, അതൊരു ഭംഗിക്കും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇടയ്ക്ക് ഒരു മഞ്ഞ കളറ് ചോറ് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ. എസൻസ് ഒഴിക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഒഴിക്കാൻ പാടില്ല, അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ചോറിടുക. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഫുൾ ലെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ദോശത്തവ വെച്ചിട്ട് ഇതിന്റെ ദോശത്തവയുടെ മുകളിൽ ഇതങ്ങ് വെച്ച് നമുക്ക് 20 മിനിറ്റെങ്കിലും മിനിമം ദം ചെയ്യാം. അപ്പൊ ദോശത്തവ ചൂടായതിനു ശേഷം ഈ പാത്രം അപ്പോൾ അടച്ചു വെക്കുക. എന്നിട്ട് ചെറിയ തീയിൽ നമുക്ക് 20 മിനിറ്റോളം ദം ചെയ്യാം. അവനുള്ളവരാണെങ്കിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് അവനിലോട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കാം. അപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫ് ചെയ്യാം. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ബിരിയാണി സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടെ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത സവാള ഇട്ട് കൊടുക്കാം.
പിന്നെ ഞാനിന്ന് ഇതിന്റെ കൂടെ ഇടാൻ പോകുന്നത് എന്താണെന്നറിയാമോ, ബ്രെഡ് വറുത്തതാണ്. ബ്രെഡിന്റെ ഞാൻ ഇന്നാള് ഒരു റെസ്റ്റോറന്റിൽ പോയപ്പോൾ വെജ് ബിരിയാണി കഴിച്ചപ്പോൾ അവര് ബ്രെഡ് വറുത്തത് ഇട്ടിട്ടുണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അതൊരു ക്രഞ്ചി ഫീൽ വരും. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് മാത്രം ബ്രെഡ് വറുക്കുക, എന്നിട്ട് ഇതേപോലെ തന്നെ മുകളിൽ സെർവ് ചെയ്യാം. മേലെ കൂടെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇലകളും ഇട്ട് കൊടുക്കുക. സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ വെജ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ, വളരെ ഈസിയാണ്. അപ്പോൾ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് നമുക്ക് ദം ചെയ്യാൻ പറ്റും. ഈ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഒരു മട്കയിൽ, അതായത് കുടത്തിൽ നമുക്ക് ബിരിയാണി കിട്ടാറില്ല. അത് എന്താ വെച്ചാൽ ചോറ് ഇടും, അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ലെയർ ചെയ്ത് തന്നെ ചെറിയ ചെറിയ കുടത്തിലാക്കിയിട്ട് അവർ ദം ചെയ്യുന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. ദം ചെയ്യണമെന്നില്ല, ഇത് ദം ചെയ്യാണ്ട് തന്നെ ഗീ റൈസും കറിയായിട്ട് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ, മാഞ്ഞാലി ബിരിയാണി പോലെ കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക്